പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ക്ലീൻ കോഡിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സും ആയിരുന്നു അല്ലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എഴുതുന്ന കോഡ് സിമ്പിൾ ആയിരിക്കണം, ഒരു തേർഡ് പേഴ്സണ് കമന്റ്സും നിങ്ങളുടെ ഹെൽപ്പും ഇല്ലാതെ തന്നെ റീഡ് ചെയ്യാൻ പറ്റണം, കോഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം, ന്യൂ ഫീച്ചേഴ്സ് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റണം, മസ്റ്റ് ആയിട്ടും ഇത് സ്റ്റേബിൾ ആയിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു പോർഷനിൽ വരുന്ന ചേഞ്ച് എൻ്റെ സിസ്റ്റത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ആ വീഡിയോന്റെ എൻഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡിസൈൻ പാറ്റേൺ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോളിഡ് പ്രിൻസിപ്പിളും കൂടി ഒന്ന് റെഫർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സോളിഡ് ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ്. ബേസിക്കലി ഇതൊരു സിമ്പിൾ 5 റൂൾസ് ആണ്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഡെവലപ്പേഴ്സിന് അവർ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലെ, അതുപോലെ തന്നെ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ, ഹൈലി സ്കെയിലബിളും ഫ്ലെക്സിബിളും ആയിട്ടുള്ള കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന 5 ഡിസൈൻ പ്രിൻസിപ്പിൾ ആണ്. ഓരോ പ്രിൻസിപ്പിളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് നിങ്ങളൊരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആപ്പ് ബിൽഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരൂലേ. അതായത് സ്റ്റുഡൻസിന്റെ ഡാറ്റ മാനേജ് ചെയ്യണം, സ്റ്റോർ ചെയ്യാനും റീട്രൈവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. പിന്നെ അവരുടെ മാർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ്, പിന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും അപ്ഡേറ്റ് SMS റിമൈൻഡർ മെയിലൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാലിറ്റി, ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു സിംഗിൾ സ്റ്റുഡന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ കാൽക്കുലേഷൻസും നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരു സിംഗിൾ പ്ലേസിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ നിങ്ങളോട് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ക്ലീൻ കോഡിന്റെ എൻറ്റയർ കോൺസെപ്റ്റും ബ്രേക്ക് ആയില്ലേ. അതായത് നമുക്ക് ടെസ്റ്റിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് ടെസ്റ്റിംഗിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഫംഗ്ഷനാലിറ്റിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള കോഡെല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയി എഴുതിയിരിക്കുന്നത് ഈ ഒരു സിംഗിൾ ക്ലാസ്സിലാണ്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിന്റെ ബേസ് എന്താണ്? റീയൂസബിലിറ്റി ആണല്ലേ. ഇവിടെ എഗെയിൻ ഇപ്പോ നമുക്ക് ഗ്രേഡ് കാൽക്കുലേഷനോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലോജിക് ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കൂല. ഇത് ടൈറ്റ്ലി കപ്പിൾഡ് ആണല്ലോ. പിന്നെ സ്കെയിലബിലിറ്റി, അതായത് പുതിയ എന്തെങ്കിലും ഒരു ഫീച്ചർ ഈ കോഡിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഞാൻ ഈ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നിങ്ങളൊരു ഒറിജിനൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ക്ലാസ്സും പഠിച്ച ലോജിക് ചേഞ്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈമും വേസ്റ്റ് ആവും, എഫേർട്ടും വേസ്റ്റ് ആവും. സോ ഇതിന്റെ സൊല്യൂഷൻ ആണ് SRP ഓർ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ ക്ലാസ് എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അതായത് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ചേഞ്ചസ് ഒരു സിംഗിൾ റീസന്റെ ബേസിലായിരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റിയും സെപ്പറേറ്റ് പേജസിൽ സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതായത് ഗ്രേഡിന്, നോട്ടിഫിക്കേഷൻസിന്, കാൽക്കുലേഷന്, ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഇൻഡിപെൻഡന്റ്ലി ടെസ്റ്റ് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് മെയിലിന്റെ ഒരു ടെംപ്ലേറ്റ് ഒരു ചേഞ്ച് വന്നു, നമുക്ക് ഈസി ആയിട്ട് ആ പോർഷൻ മാത്രം കണ്ടുപിടിച്ച് ഒന്ന് വായിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഈ രണ്ട് കോഡും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഒരു മൂന്നാമത് ഒരാൾക്ക് വരുമ്പോൾ ഇതിൽ ഏത് കോഡായിരിക്കും റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇനി വരുന്ന ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ എളുപ്പം? ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു SRP പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്ത ഈ ഒരു ഫസ്റ്റ് കോഡായിരിക്കും അല്ലെ. ഇതാണ് ഈ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിളിന്റെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റുഡന്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് സ്റ്റുഡൻസിന്റെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനിഷ്യലി സിസ്റ്റം ബിൽഡ് ചെയ്ത സമയത്ത് ന്യൂമറിക് ഗ്രേഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഗ്രേഡിംഗ് ടൈപ്പും കൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. അതായത് നമ്മുടെ ന്യൂമറിക് ഗ്രേഡ്സിന്റെ കൂടെ എക്സ്ട്രാ ക്രെഡിറ്റും കൂടെ ആഡ് ചെയ്യണം. അതുപോലെ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ് വരുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇനി ലെറ്റർ ബേസ്ഡ് ഗ്രേഡിംഗ് ആണ് ടൈപ്പ് വരുന്നതെങ്കിൽ ലെറ്റർ ബേസ്ഡ് ഗ്രേഡിംഗ്, അതായത് ABC എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഉള്ള സിസ്റ്റം അല്ലേ അതുപോലെ കാണിച്ചു കൊടുക്കണം. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന രൂപത്തിലാണ് കോഡ് എഴുതിയിട്ടുള്ളതെന്ന് വിചാരിച്ചു. അതായത് ഇനിഷ്യലി ടൈപ്പ് ന്യൂമറിക്, അതായത് ഫസ്റ്റ് നമുക്ക് ഒരു ടൈപ്പുള്ള ന്യൂമറിക് അതിനെ ബേസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്പ് വരുമ്പോഴത്തേക്കും നമ്മളവിടെ ഇഫ് എൽസ് കണ്ടീഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും. ഒരു ടൈപ്പിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ബാഡ് ഡിസൈൻ ആണ്.
അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പുതിയ ഗ്രേഡിംഗ് ടൈപ്പ് വരുമ്പോഴും നമ്മൾ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ആ ഒരു കോഡിനെ ഓൾട്ടർ ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫംഗ്ഷൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോ പുതിയ പുതിയ കണ്ടീഷൻസ് വന്ന് വലിയൊരു ഫംഗ്ഷൻ ആവുമ്പോൾ ഇത് അഗെയിൻ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അത് മാത്രമല്ല, ഇപ്പൊ ചില ടെസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾ ഈ പുതിയ ചേഞ്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്റെ പഴയ കാര്യങ്ങൾ കോൺസെപ്റ്റ് കൂടെ വർക്ക് ആവാതെയായി എന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ബഗ്ഗാന്ന് പറഞ്ഞിട്ട് ഡെവലപ്പേഴ്സിന് റീ ഓപ്പൺസ് വരാറുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് കോഡിലിന്റെ മേലെയാണ് ഈ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് പ്രീവിയസ് കോൺസെപ്റ്റ് ക്ലിയർ കട്ട് ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മോഡിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺസെപ്റ്റുകൾ മിസ്സാവാനുള്ള സാധ്യതകൾ വരും അല്ലേ. അപ്പൊ അവിടെയാണ് ഈ ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പളിന്റെ ഇമ്പോർട്ടൻസ്. അവിടെയാണ് ഈ ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പലിന്റെ ഇമ്പോർട്ടൻസ്. ഇവരുടെ ഡെഫിനിഷൻ തന്നെ എ ക്ലാസ് ഷുഡ് ബി ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ ബട്ട് ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻസ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓൾട്രേഷൻസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന ആ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രേഡിംഗ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് നമ്മുടെ സിസ്റ്റം റീഫാക്ടർ ചെയ്യണം. പിന്നെ പുതിയൊരു ഗ്രേഡ് ടൈപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് കോഡിനെ മോഡിഫൈ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ ചേഞ്ചസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഡ് ഫ്ലെക്സിബിൾ ആണ്, എന്നാലും നമുക്ക് റീഡബിളും ആണ് അല്ലേ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്സ് കോൺസെപ്റ്റിൽ ഇൻഹെറിറ്റൻസ് പഠിക്കാറുണ്ടല്ലോ, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് രണ്ട് വിധത്തിൽ ഇതിന്റെ ഡെഫിനേഷൻ പറയാം. ഒന്നാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യുമല്ലോ, അവിടെ നമുക്ക് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ പാരന്റ് ക്ലാസ്സിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചൈൽഡ് ക്ലാസ്സിനും ചെയ്യാൻ പറ്റണം. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതായത് ചൈൽഡ് ക്ലാസ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ സ്ക്വയറിന്റെയും ക്ലാസ് എടുക്കാം. ഇവിടെ ഫസ്റ്റ് റെക്ടാങ്കിൾ ക്ലാസ്സിന് വിഡ്ത്ത് ഹൈറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്വയറിന്റെ ക്ലാസ് ഈ റെക്ടാങ്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എഗെയിൻ ഈ വിഡ്ത്തും ഹൈറ്റും സ്ക്വയറിലും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ട് സ്ഥലത്തുള്ള ഡിഫറൻസ് എന്താ, റെക്ടാങ്കിളിൽ വിഡ്ത്ത് സെറ്റ് ചെയ്യുമ്പോൾ വിഡ്ത്ത് മാത്രമേ സെറ്റ് ആവുന്നുള്ളൂ. പക്ഷെ സ്ക്വയറിലേക്ക് വരുമ്പോൾ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഹൈറ്റും കൂടെ റീസെറ്റ് ആവുന്നുണ്ട്. അതായത് സ്ക്വയറിൽ വിഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ റെക്ടാങ്കിളിന്റെ ഒബ്ജക്റ്റിന് പകരം സ്ക്വയറിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയറിൽ വിഡ്ത്തിന്റെ സെറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വിഡ്ത്തിന്റെ എമൗണ്ട് തന്നെ ഹൈറ്റിലും റീസെറ്റ് ആയി പോകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ LSPന്റെ ബിഹേവിയർ വയലേറ്റ് ആവൂലേ. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, നമുക്കൊരു കോമൺ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു പാരന്റ് ക്ലാസ് ഷേപ്പ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ വിഡ്ത്തും ഹൈറ്റും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ ഈ ക്ലാസ്സിനെ വേണം റെക്ടാങ്കിളും സ്ക്വയറും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഓവർറൈറ്റ് ചെയ്യാം ഓരോ ക്ലാസ്സിന്റെയും ബിഹേവിയർ അനുസരിച്ചിട്ട്. പക്ഷെ എന്താ, LSPന്റെ ബിഹേവിയർ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അതായത് പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ നമുക്ക് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഫംഗ്ഷനാലിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ജാവയിലൊക്കെ ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ. ഇതിപ്പോ ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ പോലെ തന്നെയാണ്. അവിടെ നമ്മൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്ത സെയിം ലോജിക്ക് ഇവിടെ ഇന്റർഫേസിൽ അപ്ലൈ ചെയ്യുവാണ്. അതായത് നമ്മൾ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജനറലി എല്ലാ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യരുത്. ഈ ഇന്റർഫേസസ് എപ്പോഴും സ്മോൾ ആയിരിക്കണം, അതുപോലെ തന്നെ റിക്വയർമെന്റ് സ്പെസിഫിക് ആയിരിക്കണം. സോ ഈ ഇന്റർഫേസിനെ യൂസ് ചെയ്യുന്ന ക്ലാസ്സസിന് അതിന് ആവശ്യമുള്ള മെത്തേഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത മെത്തേഡ്സിനെ വെറുതെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വർക്കർ ഇന്റർഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പം രണ്ട് മെത്തേഡ് വർക്കിനെയും ഈറ്റിനെയും കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ റോബോട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ആക്ച്വലി ഈ ഒരു ഈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിന് ആവശ്യമില്ല. അതേപോലെ തന്നെ ഈറ്റിന്റെ മെത്തേഡിന് വർക്കിനെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇവിടെ നമ്മൾ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. അതായത് വർക്കബിളിനും ഈറ്റബിളിനും സെപ്പറേറ്റ് ആയിട്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. സോ ഈ റോബോട്ടിന്റെ ക്ലാസ് ഈ വർക്കബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ ഈറ്റിന്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇനി ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിപെൻഡൻസി ഇൻവേഷൻ പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ഹൈ ലെവൽ മോഡ്യൂൾസ് ഇപ്പോൾ നമ്മുടെ മെയിൻ ബിസിനസ് ലോജിക് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ട്, അതിനെയാണ് ഹൈ ലെവൽ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. അതൊരിക്കലും ലോ ലെവൽ മോഡ്യൂൾസ്, അതായത് ഡാറ്റാബേസ്, ഫയൽ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. രണ്ടും അബ്സ്ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അബ്സ്ട്രാക്ഷൻസ് ഒരിക്കലും ഡീറ്റെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഡീറ്റെയിൽസിന്
അബ്സ്ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു ലോ ലെവലും ഹൈ ലെവലും മോഡ്യൂൾ എടുത്തിട്ടുണ്ട്. രണ്ട് ക്ലാസ്. ഡാറ്റാബേസ് ഒരു ലോ ലെവൽ മോഡ്യൂളും യൂസർ സർവീസ് ഹൈ ലെവൽ മോഡ്യൂളും ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ കാണാം യൂസർ സർവീസ് അതായത് ഹൈ ലെവൽ ഡയറക്ട്ലി ഈ ഒരു ലോ ലെവൽ ഡാറ്റാബേസ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഇഷ്യൂ എന്താ? നമ്മുടെ ഡാറ്റ ഫെച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണ്, അതായത് ഡാറ്റാബേസസിലോ APIയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യൂസർ സർവീസിനെയും കൂടെ മോഡിഫൈ ചെയ്യാൻ പോകണം അല്ലേ? അപ്പോൾ DIP പ്രിൻസിപ്പളിനെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്സ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡിപ്പെൻഡൻസിനെ ഇൻവേർട്ട് ചെയ്യണം. അപ്പം യൂസർ സർവീസ് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ഡാറ്റാബേസ് സർവീസിനെ ഒരു അബ്സ്ട്രാക്ഷൻ ആയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഹൈ ലെവൽ മോഡ്യൂൾസ് ഒരിക്കലും ഈ ലോ ലെവൽ മോഡ്യൂൾ അതായത് ഡാറ്റാബേസ് സർവീസിനും API സർവീസിനും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലോ ലെവൽ ഡീറ്റെയിൽസ് അതായത് ഈ ഡാറ്റാബേസ് സർവീസ് ആണെങ്കിലും API സർവീസ് ആണെങ്കിലും അബ്സ്ട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന തിരിച്ച് നടക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആ പറഞ്ഞ ഡെഫിനേഷൻ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്